Hi, hello, welcome back. This is me Nahid Sabri. Hope everyone is doing good. So today's video is all about sharing some glimpses of a day and will you mind a special bachelor fish curry. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാന്താരി മുളക് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മുളക് പൊട്ടിക്കുമ്പോഴേ 2 കൈ വെച്ച് പൊട്ടിക്കണം. കാരണം എന്താ വെച്ചാൽ ഈ ചെറിയ ചെറിയ കാന്താരി മുളകുകൾ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് അവിടെ. അവർക്ക് ഹാംഫുൾ ആവരുതെന്നും അവിടെ നിന്ന് പ്രത്യേകം ഇരുന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ശ്രദ്ധിക്കൂ അമ്പാനെ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് എൻ്റെ കൂടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ്, അവരുടെ വാല്യുബിൾ ടൈമൊക്കെ അവർ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുമോ അവരെ നമ്മൾ കൺസിഡർ ചെയ്യാതെ പോകരുത്. സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെന്ന് അറിയാം. എനിവേ, ഡു സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ് നൗ. സോ ലെറ്റ്സ് കുക്ക് ഫിഷ് കറി. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഈ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് കൊടുക്കാം. അപ്പോൾ മൺചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ദാറ്റ് ഈസ് ചെറിയുള്ളി, കാന്താരിമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ആൻഡ് ദ കറി ലീവ്സ്, അതും കൂടി ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് ഏകദേശം ഒരു ബ്രൗണിഷ് ഷെയ്ഡ് ആവുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കളറ് കേട്ടോ, ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോക്കനട്ട് പേസ്റ്റ് ചേർക്കണം. ഈ കോക്കനട്ട് പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയിരിക്കണേന്ന് വെച്ചാൽ മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടി, ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി ഞാൻ പറയാം. ഇനി ആദ്യം തന്നെ ഈ മുളക്, മല്ലി, മഞ്ഞൾ ഒന്ന് സ്റ്റൗവിൽ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ചൂടാക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം ആ സെയിം ചൂടിലോട്ട് തേങ്ങ ഇടുകയാണ് ചെയ്യുക. എന്നിട്ട് തേങ്ങ ഒന്ന് ചൂടാക്കിയെടുക്കുക, ഇത്ര മാത്രം മതി. എന്നിട്ട് അത് അരപ്പ് റെഡിയാക്കി എടുത്താൽ മതി. ഇനി ഇതിലൊക്കെ ഉള്ള വെള്ളം എന്ന് പറയുന്നത് 1/2 കിലോ മീനിന് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 2 കപ്സ് ഓഫ് ഹോട്ട് വാട്ടറാണ്. അപ്പോൾ എത്രയാണോ മീൻ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ കുടംപുളി ടൈമാണ്. ഇതാണ് നമ്മുടെ പുളി തരുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ കുടംപുളി ഒരു 1/4 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതും കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി എന്താണ് ബോയിലിംഗ് ടൈം. ഇതാണ് അമ്മായി കുറച്ച് പാനിക്കിലാണ്. കാരണം ഞാനിവിടെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മായി അടുത്തത് എന്ത് ചോദിക്കണോണ്ട് അമ്മായി കുറച്ച് പാനിക്കിലാണ്, അത്രേ ഉള്ളൂ. നൗ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ബോയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫിഷ് കറിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഫിഷ്, മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഫിഷ്, അതിലോട്ട് ഇങ്ങനെ 1 by 1 ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫിഷ് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടാണ് അമ്മ ഇത് കുക്കാക്കിയിരിക്കുന്നത്. ഇനി ഫിഷ് നന്നായിട്ട് കുക്കായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നാൽ കറിവേപ്പില ഇങ്ങനെ മേലെ ഇട്ടാൽ നമ്മുടെ ഫിഷ് കറി റെഡിയായി. കൂടെ നമ്മുടെ ഉമ്മാൻ്റെ ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ അവിടെ സൈഡിൽ കൂടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. ഇനി വായോ, നമുക്ക് എല്ലാവർക്കും കൂടി ചോറുണ്ണാം. എല്ലാവർക്കും ഉള്ള ചോറുണ്ട്. ചോറും നമ്മുടെ കുറുകിയ മീൻ ചാറും. ആഹാ, എന്താ ഇത് കാണുമ്പോൾ തന്നെ, ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെ ഇപ്പോൾ കൊതിയായിക്കൊണ്ടിരിക്കണം. എനിവേയ്സ്, അപ്പോൾ ഉമ്മൻ്റെ ഒരു സ്പെഷ്യലാണ് അത്. ഈ പാവക്ക വെച്ചിട്ടുള്ള ഒരു ഫ്രൈയും പിന്നെ പാവക്ക വെച്ചിട്ടുള്ള ഒരു പിക്കിളാണ്. അതൊരു സ്വീറ്റ് ആൻഡ് സവർ പിക്കിളാണ്. അടിപൊളിയാണ്. അതിൻ്റെ റെസിപ്പിയൊക്കെ വരും, സ്റ്റേ ട്യൂൺഡ്. എല്ലാ ഫുഡൊക്കെ കഴിഞ്ഞ് ഈവനിങ് ടൈമാണ്, ഈവനിങ് വാക്കിംഗ് ടൈമാണ്. അപ്പോൾ കുറച്ച് നേരം ഞാനൊന്ന് നടക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്, ടേക്ക് കെയർ, ബൈ.